ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വിഷുവാണ്, എല്ലാവർക്കും ഹാപ്പി വിഷു. യെസ്റ്റർഡേ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, ശ്രീകൃഷ്ണ ടെമ്പിളിൽ ഈവനിങ്. ഇന്നിപ്പം മോർണിംഗ് ടൈമൊന്നും ഉണ്ടായിരുന്നില്ല, നേരെ ഓഫീസിലോട്ട് വന്നു. അപ്പോൾ എൻ്റെ വിഷു എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. രാവിലെ എഴുന്നേറ്റ് കണ്ണനെ കണി കണ്ടു. പിന്നെ ഫോൺ ഓപ്പൺ ചെയ്തതും അച്ഛൻ വിഷു കഴിഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിച്ച് റെഡിയായി നേരെ ഓഫീസിലോട്ട് പോയി. വലിയ സെലിബ്രേഷൻസ് ഒന്നുമില്ല, എന്നാലും ഓഫീസിൽ എന്തൊക്കെയാണ് വിശേഷം എന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ ഇയർ ആഘോഷിച്ചായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ ക്ലിപ്സ് ഞാനിവിടെ ആഡ് ചെയ്യാം. അങ്ങനെ തിരിതെളിയിച്ച വിഷു ആരംഭിച്ചു. ശേഷം GM എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. ശേഷം ഉച്ചയായപ്പോഴത്തും വിഷു സദ്യക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഓരോരുത്തരും ഓരോ ഐറ്റം വെച്ച് തന്നെ തലേ ദിവസമേ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടി ഉണ്ടാക്കിയ വിഷു സദ്യയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഹോംലി ഫീലായിരുന്നു. നാട്ടിൽ നിന്ന് മാറി നിന്ന് ആദ്യത്തെ വിഷു ആണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഹോംലി ഫീൽ തന്നെയായിരുന്നു അന്നത്തെ ദിവസം. നമുക്ക് ഓഫീസിലെ വിശേഷങ്ങൾ കാണാം. രാവിലെ തന്നെ വിഷു കൈനീട്ടം കിട്ടിയായിരുന്നു സാറിൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ വർക്ക് ചെയ്യാനിരുന്നു. ഉച്ചയായപ്പോഴത്തും സദ്യ വന്നു. അങ്ങനെ കോൺഫറൻസ് ഹാളിൽ കല്യാണരാമനൊക്കെ ഇട്ടു. നമ്മളെല്ലാവരും ഫുഡിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാവരും ചെയ്തു. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ഇപ്പോൾ ഓണത്തിനായിരുന്നെങ്കിലും നമ്മൾ ഫുഡ് ഓർഡർ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നു വിഷു സദ്യയൊക്കെ കഴിച്ചു. ഇത്തവണ കുറേ പേര് ആനുവൽ ലീവിനായതുകൊണ്ട് നമ്മൾ ഇത്രയും പേരുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫുഡും പായസം എല്ലാം കഴിച്ചു. വയറൊക്കെ ഫുള്ളായി. നമ്മൾ പിന്നെയും വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതൊക്കെയായിരുന്നു ഓഫീസിലെ വിശേഷങ്ങൾ. ഓഫീസിൽ നിന്ന് വന്നതും നേരെ റൂംമേറ്റ്സ് വിഷുക്കട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്ലേറ്റിലാക്കി എല്ലാവരും കൂടി ഒരുമിച്ച് കഴിച്ചു. ഇന്ന് 19th April സൺഡേ ആണ്. അപ്പോൾ നമ്മൾക്കൊന്ന് ഹിന്ദു ടെമ്പിൾ വരെ പോയിട്ട് വരാം. ലൊക്കേഷൻ വരുന്നത് ജബേലലിയിലാണ്. അപ്പോൾ ADCBന്ന് നേരെ ലൈഫ് ഫാർമസി മെട്രോ കയറാം. ഈബൻ ബത്തൂത്ത മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാം. എന്നിട്ട് നേരെ എക്സിറ്റ് 1 എടുക്കാം. നേരെ ഇറങ്ങി വരുന്നതും ലെഫ്റ്റ് സൈഡിൽ ബസ് സ്റ്റേഷനാണ്. ഹിന്ദു ടെമ്പിളിൽ പോകാനായിട്ട് F44 ബസ് നമ്പറിലാണ് കയറേണ്ടത്. ഇതെല്ലാം ബസ്സിൽ കയറിയിട്ടുള്ള വ്യൂ ആണ്. ബസ്സിൽ കയറിയതിന് ശേഷം അമ്പലത്തിലോട്ട് പോകുന്ന വഴിയെല്ലാം പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇതാണ് എൻ്റെ റൂംമേറ്റ് അഞ്ജന. ഏകദേശം ഒരു 9 o'clock ആയപ്പോഴത്തും ബസ് ഇറങ്ങിയിട്ട് കുറച്ച് സ്ട്രെയിറ്റ് നടക്കാനുണ്ട്. ദെൻ റൈറ്റ് സൈഡ് എടുക്കണം. അങ്ങനെ റൈറ്റ് സൈഡിൽ കൂടെ നടന്നതും നേരെ നമ്മൾ കാണുന്നത് അവിടെ ഹിന്ദു ടെമ്പിളാണ്. അങ്ങോട്ടേക്ക് ഒത്തിരി പേര് പോകുന്നുണ്ടായിരുന്നു. നല്ല വെയിലത്തെ കൂടിയാണ് ഈ നടക്കുന്നത്. അംബ്രല്ല ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇത് കണ്ടു പോകാൻ നിൽക്കുന്നവരാരെങ്കിലും ആണ്, അല്ലെങ്കിൽ ഈ സമയത്ത് പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും അംബ്രല്ല എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പോവുക. മെട്രോനും ബസ്സിനുമാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 5 minutes വോക്കുണ്ട്. അങ്ങനെ ഹിന്ദു ടെമ്പിൾ എത്തി. അവിടെ തന്നെ ഷൂറാക്കുണ്ടായിരുന്നു. ഇവിടെ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ടെമ്പിളിൻ്റെ ഉള്ളിലത്തെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ തൊഴുതിറങ്ങി റൈറ്റ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നവഗ്രഹങ്ങളെ കാണാൻ പറ്റും. അവിടെയെല്ലാം തൊഴുത് തിരിച്ചിറങ്ങി ബസ്സിനായിട്ട് വെയിറ്റ് ചെയ്തു. അത്യാവശ്യം കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാണുന്ന റൈറ്റ് സൈഡിൽ കൂടെയാണ് നമ്മൾ നടന്ന് വരേണ്ടത്. അത് കഴിഞ്ഞ് ഈ സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് നമുക്ക് ഓപ്പോസിറ്റ് നമ്മൾ ഇറങ്ങിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ വന്നാണ് വെയിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ബാക്കിയുള്ള എല്ലായിടത്തെയും പോലെ നമുക്കിവിടെ AC-യും ഇതൊന്നുമില്ല ബസ് സ്റ്റോപ്പിൽ. അപ്പോൾ നല്ല വെയിൽ തന്നെ ആയിരുന്നു. ഈ റൂട്ടിൽ കൂടെ ആകെ F44 മാത്രമേ പോകുന്നുള്ളൂ തോന്നുന്നു. ഡിസ്പ്ലേ ഫുള്ള് ചെയ്തതല്ല. F44 ആണെന്നുണ്ടെങ്കിലും 7 minutes ഒക്കെ കാണിച്ചു. പക്ഷേ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 20-30 minutesോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബസ് വന്നത്. അങ്ങനെ തിരിച്ച് നമ്മൾ ഈബൻ ബത്തൂത്ത മെട്രോ സ്റ്റേഷൻ ഫസ്റ്റ് ഫ്ലോറിൽ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ദൈവങ്ങളും ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ശിവന് ധാരയൊക്കെ അവിടെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വന്നത്. ബസ് കയറിയ സ്ഥലത്ത് തന്നെ വന്ന് ഇറങ്ങി. നേരെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആണ് ഈബൻ ബത്തൂത്ത മെട്രോ സ്റ്റേഷൻ. ഈബൻ ബത്തൂത്ത മാളിലേക്കുള്ള എൻട്രിയാണ് ഈ കാണുന്നത്. മാളിലേക്ക് കയറാനൊന്നും നമുക്ക് ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് കുറേ നേരം പോയായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ADCBയിലോട്ടാണ് വന്നത്. ഈബൻ ബത്തൂത്ത മെട്രോ സ്റ്റേഷനിൽ നിന്ന്
നേരെ ADCBയിലോട്ട്. അത് നമുക്ക് സെൻട്രൽ പോയിന്റിലോട്ടുള്ള മെട്രോയാണ് കിട്ടുക. അങ്ങനെ കരാമ വന്ന് ഇറങ്ങിയപ്പോഴത്തും രണ്ടുപേരും നല്ല വിശന്നായിരുന്നിരുന്നത്. അങ്ങനെ ADCB മെട്രോൻ്റെ ഓപ്പോസിറ്റുള്ള വൈൽഡ് റേഞ്ച് റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് രണ്ടുപേരും റൂമിലോട്ട് വന്നു. വിഷുവിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ മേടിച്ച സേമിയോ പായസം ഉണ്ടാക്കാമെന്ന് ഓർത്തു. നെല്ലറയുടെ പായസം മിക്സാണ് മേടിച്ചത്. ഒരു 15 to 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് പായസം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും വിളിച്ചു. നമ്മൾ പായസമൊക്കെ കഴിച്ച് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. പിന്നെ നമ്മുടെ വിഷു മധുരത്തോടെ അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ടടി? അടിപൊളി അല്ലേ? അഞ്ജന എങ്ങനെയുണ്ട്? അഞ്ജന എനിക്ക് മറ്റേ സൂപ്പർ അടിപൊളി. ഗായ്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ വിഷു വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.